ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പതിവെക്കലാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പെൻസിൽ വണ്ണത്തിലുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കണം. എന്നിട്ട് അതിൽ വൃത്താകൃതിയിൽ ഒരു 1.5 സെന്റിമീറ്റർ നീളത്തിൽ അതിൻ്റെ തൊലി ചെത്തി മാറ്റണം. അപ്പം നമ്മൾ തൊലി ഇതുപോലെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മണ്ണും ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് മണ്ണും ചകിരിച്ചോറും വളവും ഒക്കെ തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ചകിരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മണ്ണും വളവും ഇതൊക്കെ ചേർന്ന് ഈ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ തയ്യാറാക്കിയ സാധനം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പം നമ്മൾ ഒരു ഭാഗം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് മഴയൊന്നും കൊള്ളാണ്ടിരിക്കാനും രോഗബാധ ഏൽക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ വേര് വരും. വേര് വന്നതിന് ശേഷം നമുക്ക് ഈ കൊമ്പ് ഇവിടെ നിന്ന് മുറിച്ചിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് നടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.